കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസുകൾ അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭയങ്കര പനിയാണ് സാർ, ലീവ് വേണം എന്ന ഈ നമ്പർ ഇനി ഏശില്ല. ശബ്ദം കേട്ട് പനി കണ്ടെത്തുന്ന AI-യുമായി ഇന്ത്യൻ ഗവേഷകർ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയാവുന്ന വിധത്തിൽ ജീവനക്കാർക്ക് പാരയായി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ കൂടി എത്തുന്നു. ChatGPT പോലുള്ള വളർന്നു വരുന്ന വിവിധ AI പ്ലാറ്റ്ഫോമുകൾ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ ജോലി കളയുമെന്ന വാർത്തകൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും പ്രസക്തി കൂടി വരികയാണ്. അതിനിടെ AI വന്നാലും തങ്ങളുടെ ജോലിയെ ബാധിക്കില്ല എന്ന് ആശ്വസിച്ചിരുന്ന ജീവനക്കാർക്ക് ഇരുട്ടടിയായി AI മറ്റൊരു രൂപത്തിലെത്താൻ തയ്യാറെടുത്തു വരുന്നു. ഈ പുതിയ വാർത്ത ഇപ്പോൾ വന്നതാണ്. ശബ്ദം വിലയിരുത്തി ആളുകൾക്ക് പനിയുണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു AI ടൂൾ ഗവേഷകർ കണ്ടെത്തിയതായി ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നു. പനിയുള്ളവരെ സംബന്ധിച്ച് പുതിയ AI ടൂളിൻ്റെ വരവ് പ്രയോജനപ്രദമാണ് എന്ന് പറയാമെങ്കിലും ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുതിയ AI ടൂൾ പണിയാകും എന്നാണ് വിലയിരുത്തൽ. ഒരു സംഘം ഇന്ത്യൻ ഗവേഷകരാണ് ഈ AI ടൂൾ വികസിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സൂററ്റിലെ സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു സംഘം ഗവേഷകരാണ് AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പനി കണ്ടെത്തുന്ന ഈ ടൂൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറെ സന്ദർശിക്കേണ്ട ആവശ്യമില്ലാതെ ഒരാൾക്ക് ജലദോഷം ഉണ്ടോ എന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു ഗവേഷണത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശ്യം. എന്നാൽ ഗവേഷണം പൂർത്തിയായപ്പോഴേക്കും ആരോഗ്യ മേഖലയിലേക്കാൾ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റുമായിരിക്കും ഈ സംവിധാനം കൂടുതൽ ഉപയോഗിക്കപ്പെടുക എന്ന വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവധിയെടുക്കാനും മറ്റുമായി ഏറ്റവും അധികം ജീവനക്കാർ ഉപയോഗപ്പെടുത്തിയിരുന്നത് ജലദോഷത്തെയും പനിയെയും ഒക്കെയാണ്. കോവിഡിൻ്റെയും മറ്റും വരവോടെ പനി, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് തീരും മുമ്പേ അവധി പാസ്സായിരിക്കും. സാഹചര്യം ചൂഷണം ചെയ്ത് പനിയുടെ പേരിൽ അവധിയെടുക്കുന്നവരുടെ എണ്ണം കൂടിയതായും അതിനാൽ തന്നെ നുണ പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ കണ്ടെത്താൻ ഇത്തരമൊരു സംവിധാനം അനിവാര്യമാണ് എന്നുമാണ് കമ്പനികളുടെ അഭിപ്രായം. ഗവേഷണം വിജയകരമായി എങ്കിലും പനി കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ ഉപയോഗിച്ചു തുടങ്ങണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പോൾ AI ഉപയോഗിച്ച് ശബ്ദം വിശകലനം ചെയ്ത് പനി, ജലദോഷം എന്നിവ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ മാത്രമാണ് ഗവേഷകർക്ക് സാധിച്ചിട്ടുള്ളത്. അതിനപ്പുറം കമ്പനികൾ വിചാരിക്കുന്നത് പോലെ ജീവനക്കാരുടെ കള്ളപ്പനി തിരിച്ചറിയണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. 630 പേരുടെ ശബ്ദ മാതൃകകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ AI സംവിധാനം വിജയമാണ് എന്ന് ഗവേഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിശോധനയിൽ ശേഖരിച്ച ശബ്ദ സാമ്പിളുകളുടെ ഉടമകളിൽ 111 പേർ ജലദോഷം ബാധിച്ചവരായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ AIക്ക് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ആളുകളിൽ ജലദോഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് പഠനത്തിൽ ഹാർമോണിക്സ്, അതായത് മനുഷ്യൻ്റെ സംസാരത്തിലെ വോക്കൽ റിഥം ഉപയോഗിച്ചതായി റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ജലദോഷം ബാധിച്ച ഒരാളുടെ ശബ്ദത്തിൽ അതിൻ്റെ സൂചനകൾ ഉണ്ടാകും. ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് വിലയിരുത്തിയാണ് ജലദോഷം ഉണ്ടോ എന്ന് തിരിച്ചറിയുക. പരീക്ഷണത്തിൻ്റെ ഭാഗമായി ആളുകളോട് 1 മുതൽ 10 വരെ എണ്ണാനും ഞായറാഴ്ച എന്തായിരുന്നു പരിപാടിയെന്ന് വിശദീകരിക്കാനുമൊക്കെ ആവശ്യപ്പെട്ടു. ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം വിലയിരുത്താനായിരുന്നു ഇത് ചെയ്തത്. AI ഉപയോഗിച്ച് വിലയിരുത്തിയ ഈ ശബ്ദങ്ങളുടെ പരിശോധനയിൽ ജലദോഷമുള്ള 70% ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ഗവേഷണത്തിൻ്റെ ഫലം ഭാവിയിൽ നിരവധി നേട്ടങ്ങൾക്ക് തുടക്കമിടും എന്നാണ് പറയുന്നത്. ലോകമാകെയുള്ള ടെക് കമ്പനികളെല്ലാം AIയെ കൂടുതൽ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടെത്താനുള്ള ഗവേഷണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് AIയെ ആരോഗ്യ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വിധമുള്ള ഇത്തരമൊരു ഗവേഷണ ഫലം ഇന്ത്യയിൽ നിന്നും എത്തിയിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി.